എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കണ എന്റെ ടെറസിലെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ അടുത്താണ്. അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ വിളവെടുത്തതാണ്. വീണ്ടും ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ വിളവെടുക്കാനായേക്കണേണ്. കണ്ട എന്ത് ഭംഗിയാന്ന് നോക്കിയത് കാഴ്ച കിടക്കണ കാണാൻ തന്നെ. നമുക്ക് യാതൊരു പരിചരണവും ഇല്ലാണ്ട് കിട്ടണ ഒരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ടെറസിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു ചെലവ് പോലും ഇല്ല. നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വല്ല പെയിന്റിന്റെ ബക്കറ്റിലോ ഡ്രമ്മിലോ ചെടിച്ചട്ടിയിലോ എവിടെ വേണമെങ്കിലും നമുക്ക് നട്ടുകൊടുക്കാൻ പറ്റിയതാണ്. കണ്ട നമ്മുടെ ഇതേപോലെ നന്നായിട്ട് തന്നെ വളരും ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. ചെറിയ തണ്ടുമ്മലാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ നട്ടേക്കുന്നത്. അപ്പൊ ചെറിയ തണ്ടൊക്കെ ആൾക്കാര് നമുക്ക് കൊറിയർ ചെയ്ത് കൊടുക്കുമ്പോ ചോദിക്കും ചെറിയ തണ്ടൊക്കെ കായ്ക്കുന്നത്. പക്ഷെ ചെറിയ തണ്ടായിട്ട് നല്ലത്. എപ്പോഴും കണ്ട ഇതൊക്കെ കൊച്ചു നേരിയ കമ്പുമ്മലാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കായ്ച്ചേക്കണ. കണ്ട ഇതേപോലത്തെ കമ്പുമ്മലൊക്കെയാണ് നന്നായിട്ട് കായ്ക്കണ. കണ്ട വണ്ണമുള്ള കമ്പിനേക്കാൾ എപ്പോഴും ചെറിയ വണ്ണം കുറഞ്ഞ കമ്പുകളാണ് നല്ലത്. കണ്ട ഇതൊക്കെ നിരത്തിന് ഫ്ലവറൊക്കെ ഇടണണ്ടില്ലേ, നിറച്ച് ഫ്ലവർ ഇട്ടോണ്ടിരിക്കണേണ്. നമുക്ക് നവംബർ വരെ നമുക്ക് ഇനി ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. നമുക്ക് നനക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വല്ല ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമുക്ക് കുറച്ച് നനച്ചു കൊടുത്താൽ മതി. വലിയ വളവും ഒന്നും വേണ്ടാത്ത ഒരു ഫ്രൂട്ടാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷി എന്ന് പറഞ്ഞാല്. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നടുകയാണെങ്കിൽ നമുക്കൊരു മാർച്ച് മാസം കഴിയുമ്പോൾ തുടങ്ങി ഒരു നവംബർ വരെ ഇങ്ങനെ ഫ്രൂട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് എല്ലാവർക്കും ടെറസിട്ട വീടുകളാണല്ലോ. ഒരു 2 ബക്കറ്റിലോ ഒരു ഡ്രമ്മിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ആവശ്യത്തിനുള്ള ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് എല്ലാ വർഷവും നമുക്ക് ഇതേപോലെ വിളവെടുക്കാം. നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഫ്രൂട്ടിന് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ പാരപ്പറ്റ ഉണ്ടായി, പാരപ്പറ്റിന്റെ സൈഡിലേക്കാണല്ലോ ഇതിങ്ങനെ വീണെടുക്കണ. കണ്ട താഴെയൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുക്കാനായതുകൊണ്ട് ഫ്ലവർ ഒക്കെ ഇടുകണ്ട, ഫ്ലവർ ഇട്ടോണ്ടിരിക്കണ്ട്. കണ്ട ഇതൊക്കെ ഫ്ലവർ വിരിഞ്ഞ ഫ്ലവറാണ് ആ കാണുന്നത്. കണ്ട ഇതേപോലെ ചെറിയ ഫ്ലവർ കണ്ട ഇതേപോലെ ഡ്രാഗൺ ഫ്രൂട്ട് ഫ്ലവർ ചെയ്യണത്. കണ്ട ഇതേപോലെ തണ്ടുമല്ലി ഇതേപോലെയാണ് ഫ്ലവർ ചെയ്യണത്. കണ്ട ഇത് വിരിഞ്ഞതിനൊക്കെ നല്ല ഭംഗിയാണ് ഇതിന്റെ ഫ്ലവർ കാണാൻ തന്നെ. അപ്പൊ കണ്ട ഇതേപോലെ നമുക്ക് പാരപ്പറ്റ ഉണ്ടെങ്കിൽ പാരപ്പറ്റിന്റെ അടിയിലേക്ക് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് കൃഷി ചെയ്യാം. അപ്പൊ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുക്കാം. അപ്പൊ അമേരിക്കൻ ബ്യൂട്ടി എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആണ് ഇത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. നല്ല റെഡ് കളറൊക്കെയാണ്. അപ്പൊ നമുക്ക് കണ്ട വിളവെടുക്കാൻ ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുക്കാൻ ഒരു പ്രയാസമില്ല കേട്ടാ. ഇതേപോലെ എടുത്തതിനാല് ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുക്കാം. അത്യാവശ്യം നല്ല വെയിറ്റ് ആണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്. ഇതേപോലെ തിരിച്ചെടുത്താൽ മതി. പിന്നെ ഇതിന്റെ തണ്ടിനൊന്നും കേട് പറ്റിയാമില്ല. നമുക്ക് കത്തിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഇതേപോലെ കണ്ട തിരിച്ചെടുത്തു കഴിഞ്ഞാല് നമുക്ക് ഇനിയിപ്പോ ഇതുമല്ലൊക്കെ വീണ്ടും ഇങ്ങനെ ഫ്ലവർ ചെയ്തോണ്ടിരിക്കും കേട്ടാ. നമ്മുടെ ആദ്യമായിട്ട് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഈ വർഷം കായ്ച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലും ഒരു കായ ഉണ്ടായിട്ടുണ്ട്. അതും നമുക്ക് വിളവെടുക്കാം. അപ്പൊ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ആദ്യമായിട്ട് കായ്ച്ചതാണ്. ഇത് നല്ല തണലത്താ നിക്കണ കണ്ടില്ലേ. ഇത് ഇങ്ങനെ ഒട്ടും സൂര്യപ്രകാശം കിട്ടാത്ത ഒരു സ്ഥലത്താണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്. എന്നാലും കണ്ട ഇതിലും ഒരു ഫ്രൂട്ട് ആദ്യമായിട്ട് ഒരു ഫ്ലവർ ഉണ്ടായതാണ്. പക്ഷെ ഇത് വേറെ വെറൈറ്റി ആണ് കേട്ടോ. കണ്ട ഇത് നന്നായിട്ട് നീണ്ടിട്ട് കണ്ട ഇത് വേറൊരു വെറൈറ്റിയാണ്. അപ്പൊ നമുക്ക് ഇതും ഒന്ന് വിളവെടുക്കാം. ഇതും വിളവെടുക്കാനായിട്ടുണ്ട്. കണ്ട അപ്പൊ സൂര്യപ്രകാശം ഇല്ലെങ്കിലും കണ്ട ഡ്രാഗൺ ഫ്രൂട്ട് എന്തായാലും കായ്ച്ച്. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇത് ഭയങ്കര തണലായിരുന്നു, ഇത് കായ്ക്കൂലെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ ഇതും നന്നായിട്ട് തന്നെ ഇനിയിപ്പോ അടുത്ത വർഷം ഉണ്ടായി തുടങ്ങും. ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് നാളായിട്ടുള്ളൂ അത് വെച്ചിട്ട്. അപ്പൊ ഇതും വേറെ ഡ്രമ്മിൽ വെച്ച ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. ഇതിങ്ങനെ പരപ്പറ്റിക്ക് തന്നെ ഇട്ടേക്കണേണ്. കണ്ട ഇതിലും നമ്മ എപ്പോഴും വിളവെടുക്കണതാണ്. ഇപ്പോഴും ഇങ്ങനെ പച്ച കായകളും ഇങ്ങനെ ഫ്ലവറൊക്കെ ചെയ്തോണ്ടിരിക്കണണ്ട. അപ്പൊ ഇതും അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടണ സ്ഥലത്ത് തന്നെ കിടക്കണണ്ട. അപ്പൊ ഇതൊക്കെ നമ്മുടെ ടെറസിൽ നമുക്ക് ഇതേപോലെ പാരപ്പറ്റ് നമ്മുടെ 4 ചുറ്റും പാരപ്പറ്റ് ഉണ്ടാവുമല്ലോ. നമുക്കപ്പൊ ഇതേപോലെയൊക്കെ വെച്ചു കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ച് കഴിക്കുകയും ചെയ്യാം. അപ്പൊ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ആദ്യമായിട്ടുണ്ടായ ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ നമുക്ക് ആദ്യമായിട്ടൊന്ന് കട്ട് ചെയ്യണ്ട. നല്ല കണ്ട നല്ല ജ്യൂസി ഒക്കെയാണ്. കണ്ട ഇത് ഇതിന്റെ നമുക്കപ്പൊ ഇതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയാന്നുള്ളത്. ഡ്രാഗൺ ഫ്രൂട്ട് തോലുലിക്കാന്നൊരു പണിയില്ല കേട്ടാ. കണ്ട നല്ല മധുരം തന്നെ ഉണ്ട് കേട്ടാ ഡ്രാഗൺ ഫ്രൂട്ടിന്. കണ്ട നോക്കിയാൽ നിറച്ച് കുരുവൊക്കെയാണ് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഉള്ളിൽ ഇതേപോലെയാണ് ഇരിക്കണ. കണ്ട നല്ല കുരുവാണ്. കുരു പാകി മുളപ്പിച്ചും തൈ മുളക്കോട്ടാം.
പക്ഷെ കുരുഭാഗി മുളപ്പിക്കണേന് കുറേ നാൾ പിടിച്ചിട്ടാ കായ്ക്കുള്ളൂ. ഈ നമ്മ എപ്പോഴും കട്ടിങ് തന്നെ നടലാണിട്ടാ നല്ലത്. നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ആവുമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കണ്ട. നല്ല ജ്യൂസിയാണ് കണ്ട. നമ്മ മരത്തുമെന്നൊക്കെ പൊട്ടിച്ച് തിന്നാന്ന് വെച്ചാല് അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ല. നമ്മ വീട്ടിലെ നല്ല നല്ല മധുരം എന്ന് വെച്ചാല് നല്ല മധുരമാണ് കേട്ടാ. അപ്പൊ എല്ലാവരും വീട്ടില് ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ കൃഷി ചെയ്യാം. ഇതേപോലെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഫ്രഷ് ആയിട്ട് നമുക്ക് പറിച്ച് കഴിക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പൊ നല്ലൊരു വിളവെടുപ്പ് തന്നെയായിരുന്നു കണ്ട. നമുക്ക് നല്ല ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ കിട്ടി. നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് നല്ല കഴിക്കാം. അപ്പൊ എല്ലാവരും ടെറസിലൊക്കെ ഇതേപോലെ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടോ. നമുക്ക് 1 വർഷം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായി തുടങ്ങും. നമുക്ക് ഫ്രഷ് ആയിട്ട് കഴിക്കുകയും ചെയ്യാം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.